എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേന്ന് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ഓർത്തു, ചില മണ്ടത്തരങ്ങളാണ് വലിയ വലിയ കലാപങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമായിട്ട് ചില സമയങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വാക്ക് പറയണം എന്ന് തോന്നി. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, അതിനുശേഷം നമുക്ക് അതേക്കുറിച്ച് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത ഒരു മണ്ടത്തരമായി പോയി ഈ കാണിച്ചതെന്നേ പറയാനുള്ളൂ. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ വ്രതം പിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ വ്രതം പിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ളിടത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിച്ചിരിക്കുന്ന ഈ കോപ്രായം എന്ന് പറഞ്ഞാൽ എന്തായാലും വല്ലാത്ത മോശമായിപ്പോയി എന്നാണ് പറയാനുള്ളത്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരു കലാപത്തിന് വേണ്ടിയിട്ട് ഈ ഹോട്ടൽ ഉടമ ചെയ്തതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ പലയിടത്തും കിടന്ന് കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഈ പറയുന്ന കടയുടമ പ്രത്യേകിച്ച് ഒരു കലാപത്തിന് വേണ്ടിയിട്ടോ മറ്റൊന്നിനും വേണ്ടിയിട്ട് ചെയ്തതൊന്നും ആയിരിക്കത്തില്ല. അയാൾ കരുതിയെന്ന് പറഞ്ഞാൽ വിഷു അല്ലേ, വിഷു സ്പെഷ്യലായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അയാളുടെ കടയിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ സദ്യയൊന്നും അല്ല, പായസമോ സദ്യയോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ഇത് മാത്രം കണക്കിലെടുത്തായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശരിക്കും മണ്ടത്തരമായി പോയി. ഇത്രയധികം മണ്ടത്തരം കാണിച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇരിക്കാതിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒരു സാങ്കല്പികമായിട്ടൊരു ചിത്രം വരച്ചിട്ട് അത് പടച്ചിറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും കൊണ്ടുവച്ചതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടില്ല. ചില ആളുകളൊക്കെ ഇതൊക്കെ കണ്ടില്ല എന്ന് കരുതി ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷെ എല്ലാവരെ കൊണ്ടും അത് പറ്റത്തില്ല. പ്രത്യേകിച്ചും എല്ലാവരും ചിന്തിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, ഹൈന്ദവരുടെ ദൈവങ്ങളെ ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള യുവാവ് അപമാനിച്ചു, മനഃപൂർവ്വം അപമാനിച്ചു, അതുപോലെ തന്നെ കലാപത്തിന് ശ്രമിച്ചു, അങ്ങനെയൊക്കെ മാത്രമേ മറ്റുള്ളവർ കരുതത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിന്തിക്കത്തില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ കാണിച്ച മണ്ടത്തരമാണ് എന്നുള്ളത് തലയ്ക്കകത്ത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഒരു അതിബുദ്ധി. ഇവിടെ നമ്മൾ കാണുന്നതാണ് മതേതരത്വം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ പരസ്പരം രണ്ടു കൂട്ടരും കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് മാത്രമായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത ആളിന്റെ തലയിൽ സെപ്റ്റിക് ടാങ്ക് ആയിപ്പോയി എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പർവ്വതീകരിച്ച് കാണിക്കാതെ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അയാൾ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതല്ല എന്ന് ആർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നടത്തുന്നത് ഒരു ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടൽ നടത്തുന്ന ഒരാൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ കാണിച്ച് വർഗീയത ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും നോക്കത്തില്ല. കാരണം ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളുടേതായാലും മുസ്ലിങ്ങളുടേതായാലും ക്രിസ്ത്യാനികളുടെ ആയാൽ പോലും അവരവർക്കുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം കഴിക്കാനല്ല അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അത് എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും കഴിക്കാനാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട ചിന്തയിലൂടെ അല്ല അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തോ അദ്ദേഹത്തിന് അബദ്ധം പറ്റി, അദ്ദേഹത്തിന് സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ സാധാരണ പറയാറില്ലേ ശനി ശിവനെയും ബാധിക്കുമെന്ന്, അതുപോലെ ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പിന്നീട് മാപ്പ് പറച്ചിലുമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രിയപ്പെട്ട സഹോദരനോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്കും കൈവിട്ട ശരവും ഇത് രണ്ടും ഒരിക്കലും തടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാനാക്കും? ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തെ, ഒരു സൊസൈറ്റിയെ ബാധിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്നതിന് മുമ്പ് ആരുടെത്തെങ്കിലും ഒക്കെ ഒന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം ചെയ്യാനായിട്ടിരിക്കുക. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ എടുത്ത് പൊക്കി പിടിച്ച് ഇനി അതൊരു വലിയൊരു വിഷയമാക്കാനായിട്ട് നിൽക്കേണ്ട. എന്തായാലും ആ ഒരു സഹോദരന് ഒരു അബദ്ധം പറ്റി, അദ്ദേഹം അത് തുറന്ന് സമ്മതിച്ചു, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ചൊല്ലിയിട്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവാതെ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും